രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ തിങ്കളാഴ്ച തോറും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബൈബിൾ ക്ലാസ്സുകളിൽ മാസത്തിൽ 2 പ്രാവശ്യം വന്ന് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിന് എനിക്കിടയായിക്കൊണ്ടിരിക്കുന്നു. അതിനായി എന്നെ അനുവദിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന് എല്ലാ മഹത്വവും സ്തോത്രത്തോടെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ദൈവകൃപയ്ക്കായും നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തിനായും വചനം കേൾപ്പാനുള്ള നിങ്ങളുടെ അതിയായ വാഞ്ചയ്ക്കായും സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ കുറേ നാളുകളായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള വചനമാണ് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 8-ാം അധ്യായമാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ആധികാരികവും അവഗാഹവുമായ ഒരു പഠനമാണ് നാം നടത്തുന്നത് എന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന പ്രകാശത്തിനും പ്രാപ്തിക്കും ദൈവകൃപയ്ക്കും അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്, ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഏകദേശ ഒരു രൂപം ഈ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ പുസ്തകം പഠിക്കുമ്പോഴും പുസ്തകത്തെക്കുറിച്ചുള്ള ഇതുപോലുള്ള പഠനങ്ങളോ പ്രബോധനങ്ങളോ വചന ശുശ്രൂഷകളോ ഒക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങൾ ഹൃദയത്തിൽ കിടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് അത് മുഖാന്തരമായി തീരും എന്നുള്ളതിനുള്ള ഒരു അടിസ്ഥാനം ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അതിൽ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ആകട്ടെ, നമുക്ക് ഇന്ന് രാത്രിയിൽ തുടർന്ന് കേൾക്കുവാനായിട്ട് അതിൻ്റെ 6 മുതലുള്ള, ഞാൻ പറഞ്ഞല്ലോ 5 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇനി ആവർത്തിച്ച് വായിക്കേണ്ട. 6 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുകയും മറ്റുള്ളവർ ആ ഭാഗം എടുത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം. വായിച്ചാട്ടെ. വളരെ ഉപകാരം, നന്നായിട്ട് വായിച്ച് കേൾപ്പിച്ചതിൽ. എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. നമുക്ക് ഈ 6 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ് തുടർന്നുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. നമ്മളിത് തുടർമാനമായി കേൾക്കുന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് ഇതുവരെ ചിന്തിച്ച വിഷയം എല്ലാം പുറകിലേക്ക് ഇറങ്ങി ഇന്ന് പറയാനായിട്ട് നിവൃത്തിയില്ല. എന്നാൽ നമ്മൾ കേൾക്കുന്ന വിഷയം ലളിതമായി ഗ്രഹിക്കുന്നതിനായിട്ട് ചിന്തിച്ച വിഷയത്തിൻ്റെ ഒരു ചെറിയ തിരിഞ്ഞു നോട്ടം നടത്തുന്നത് നല്ലതാണ്. 8-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് പറയുന്നത് 7-ാം മുദ്ര പൊട്ടിച്ച കാര്യമാണ്. 8-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് പറയുന്നത് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. അതിനു മുമ്പ് 6 മുദ്രകൾ പൊട്ടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 6 മുദ്രകൾ പൊട്ടിച്ച കാര്യം എവിടെ പറയുന്നു? വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നു. ഞാൻ നിങ്ങളോടും കൂടെ ചോദിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അറിയാവുന്നത് പറയണം, മിണ്ടാതിരിക്കേണ്ട, ഭയന്നിരിക്കേണ്ട, സന്തോഷത്തോടെ ഇരിക്കുക, ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന ആ ബോധ്യത്തോടെ ഇരിക്കാം. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലങ്ങ് ഓർത്തു വെച്ചു. 6 മുദ്രകൾ 6-ാം അധ്യായത്തിൽ പൊട്ടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്രമത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കേണ്ടത് യഥാർത്ഥത്തിൽ 7-ാം അധ്യായത്തിൽ പറയണമായിരുന്നു. എന്നാൽ അങ്ങനെ പറയാതെ അത് 8-ാം അധ്യായത്തിലാണ് പറയുന്നത്. അപ്പോൾ 6-ാം അധ്യായത്തിനും 7-ാം അധ്യായത്തിനും 8-ാം അധ്യായത്തിന് ഇടയ്ക്കുള്ള 7-ാം അധ്യായം 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കാം. ആ 7-ാം അധ്യായത്തിൽ പറയുന്ന ഗ്യാപ്പിൽ ഇടവേള സമയത്ത് 2 സുപ്രധാനമായ സംഭവങ്ങൾ നടന്നതായിട്ട് 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ സുപ്രധാനമായ സംഭവം എന്ന് പറയുന്നത്? 2 വിഭാഗം ആളുകളുടെ
മനംതിരിയൽ അല്ലെങ്കിൽ മാനസാന്തരം, അവരുടെ രക്ഷ, അവർ ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്ന കാര്യം രേഖപ്പെടുത്തുന്നു. ആരൊക്കെയാണവർ? 7-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് അഥവാ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേർ വീതം 12 ഗോത്രത്തിൽ നിന്നുമായി 144,000 ആളുകളെ മുദ്രയിട്ട് പരസ്യ സാക്ഷികളായി അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യക്രിസ്തുവിന് വലിയ വെല്ലുവിളിയായി, അന്ത്യക്രിസ്തുവിൻ്റെ ആ സംഹാര താണ്ഡവത്തിനോ അന്ത്യക്രിസ്തുവിൻ്റെ ഉരുക്കുമുഷ്ടിക്കോ ഇവരെ അവൻ്റെ പരിധിയിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള നിലയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ ധീരസാക്ഷികളായി അവൻ്റെ കാലത്ത് തന്നെ ഇവരെ ദൈവം മുദ്രയിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുന്നു, വേർതിരിക്കുന്നു, സുരക്ഷിതരാക്കുന്നു. സ്തോത്രത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ വിശദമായിട്ട് കേട്ട് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല. എന്നിട്ട് 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ അവസാനം വരെ പറയുന്നത് യഹൂദരല്ലാത്ത ആളുകളിൽ, എന്ന് പറഞ്ഞാൽ സകല ജാതികളിലും വംശങ്ങളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും നിന്നുള്ളതായി ഒരാൾക്ക് പോലും എണ്ണി തീർക്കുവാൻ കഴിയാത്ത വലിയൊരു പുരുഷാരം, ഒരു മഹാപുരുഷാരത്തെ ഇതുപോലെ ദൈവത്തിനായി വേർതിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അത് എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരായ ആളുകളുമുണ്ട്. ആ ഭാഗം വായിച്ചപ്പോൾ ഇന്ന് പകൽക്കാലവും ഞാനൊരു കാര്യം ഓർത്തു. പൊതുവെ ക്രിസ്തീയ വിശ്വാസികളെ ലോകത്തിൽ പറയുന്നത് ന്യൂനപക്ഷം എന്നാണ്. എന്നാൽ ആ ഭാഗത്ത് പറയുന്നത് അവർ ഭൂരിപക്ഷമാണ്. എണ്ണിത്തീർപ്പാനാവാത്ത ഒരു വലിയ മഹാപുരുഷാരം ആ കാലത്തും. നിങ്ങൾ ഓർക്കണം, 7 കൊല്ലം നീണ്ടു നിൽക്കുന്ന മഹാപീഡനം എന്ന് പറയുന്ന കാലത്ത് ദൈവം രക്ഷിക്കുന്നത് ഒരു ചെറിയ കൂട്ടത്തെ അല്ല. നോക്കിക്കോ, ലോകമെമ്പാടും മനുഷ്യരാശി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉള്ള ആളുകളിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷ പ്രസംഗം കേട്ട് ആളുകൾ അന്ന് രക്ഷിക്കപ്പെടുകയാണ്. നോക്കിക്കോ, എത്രയോ സന്തോഷകരമായ ഒരു കാര്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ തടസ്സം ചെയ്ത് അതിനെ മറിച്ച് കളയാൻ പിശാചിൻ്റെ ശക്തിക്ക് കഴിയില്ല എന്നുള്ളതും കൂടി അവിടെ വെളിപ്പെടുന്ന ഒരു സത്യമാണ്. അങ്ങനെ 2 വലിയ സംഭവങ്ങൾ ഇടയ്ക്ക് കയറ്റി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 7-ാം അധ്യായം. അത് കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ 6ൻ്റെ തുടർച്ചയായിട്ടുള്ള 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ. അങ്ങനെ ആ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 6-ാം അധ്യായത്തിൽ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ദുരന്തങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് എന്താണ് സംഭവിച്ചത്? മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂറോളം സമയം മൗനത ഉണ്ടായി. എന്താണ് ആ മൗനതയെന്നും എന്തുകൊണ്ടാണ് ആ മൗനതയെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു വലിയ വെടിക്കെട്ടെന്ന് പറയാം, ഒരു വലിയ ദുരന്തത്തിന് മുന്നോടിയായി ഒരു മൗനത, സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ ഓർത്തുകൊണ്ടുള്ള ഒരു മ്ലാനത എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അത് വചനസഹിതം നമ്മൾ കേട്ട കാര്യമായതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. അതിനിടയിൽ ഒരു ദൂതൻ വന്ന് ധൂപകലശം പിടിച്ചു നിൽക്കുന്നതും അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കുന്നതുമായ മനോഹരമായ ഒരു പ്രാർത്ഥനാ വിഷയം നമ്മൾ അതിനിടയിൽ കേൾക്കുവാനും കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്, 5 വാക്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് 7 കാഹളങ്ങൾ ഊതുന്ന വിഷയത്തിലേക്ക് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചേർത്ത് പറഞ്ഞു കാഹളങ്ങളെക്കുറിച്ച്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാഹളങ്ങൾ എന്തിനു വേണ്ടി, എന്ത് ഉദ്ദേശ്യത്തോടുകൂടെ കാഹളങ്ങൾ ഊതുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാഹളങ്ങളും അത് എപ്പോഴൊക്കെ കാഹളങ്ങൾ ഊതും, ആ ഊതുന്നതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങൾ കുറച്ച് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഈ മഹാപീഡന കാലത്ത് ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ ചൊരിയപ്പെടുന്നത് 3 ഘട്ടങ്ങളിൽ 3 രീതിയിലാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ 7 മുദ്രകൾ പൊട്ടിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ 7 കാഹളങ്ങൾ ഊതുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ 7 കോപകലശങ്ങൾ ഒഴിക്കപ്പെടുന്നു. ഇതാണ് ആ ക്രമത്തിലുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ദുരിതങ്ങളും പ്രകൃതിയിലും മനുഷ്യരിലും
അന്നത്തെ ഗവൺമെൻറ് തലത്തിലും മനുഷ്യൻ്റെ സാമ്പത്തിക മേഖലകളിലും മനുഷ്യൻ്റെ എല്ലാ അവൻ്റെ ജീവിത ഭാഗമായിട്ടുള്ള മേഖലകളിലെല്ലാം അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. ഇവിടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പ്രതിഭാസങ്ങളല്ല. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമായിട്ട് പ്രവാചകന്മാരിലൂടെ കാലേക്കൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അക്ഷരാർത്ഥമായ നിവൃത്തിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഇന്നത്തെ ശാസ്ത്രീയമായ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങളല്ല വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ അവരുടെ വിലയിരുത്തലിനോട് ചേർന്ന് വരാത്ത, യുക്തിഭദ്രമല്ല എന്നൊക്കെ തോന്നാവുന്ന ചില വിരോധാഭാസങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാത്ത മൗഢ്യം എന്നൊക്കെ തോന്നുന്ന ചില സംഭവങ്ങളൊക്കെ കണ്ടെന്ന് വരാം. അതുകൊണ്ട് വിശ്വാസികൾ ഓർക്കണം, വെളിപ്പാട് പുസ്തകത്തിലെ ഈ ഇടക്കാല സമയത്ത് നടത്തപ്പെടുന്ന സംഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ന്യായവിധിയുടെ ഭാഗമാണ്. ആ ന്യായവിധിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വായിച്ച 8-ാം അധ്യായത്തിൻ്റെ 6 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് തൽക്കാലം ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എടുത്താട്ടെ, യോവേൽ പ്രവചനം 2-ാം അധ്യായം 30 മുതൽ 30-31 വാക്യം നോക്കിക്കേ. യോവേൽ പ്രവചനം 2-ന്റെ 30-31 വാക്യം കിട്ടിയില്ലയോ? യോവേൽ കൊച്ചു പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ളതാ. 2-ന്റെ 30-31 ഉറച്ചു വായിച്ചോ സഹോദരി. ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. പിന്നെ രക്തം, തീ, പിന്നെ പുകത്തൂണും തന്നെ. ഇതൊക്കെ സംഭവിക്കുമെന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും, പിന്നെയോ തീ, പുകത്തൂൺ, കൽമഴ തുടങ്ങിയുള്ള പ്രയോഗങ്ങളെല്ലാം. ഇതൊക്കെ നോക്കണേ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുമ്പേ അതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുമെന്ന്, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ സാമ്പിളിന് ഒരു വാക്യം ഓർപ്പിച്ചതാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മനുഷ്യരുടെ മേൽ അവരുടെ പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമായിട്ട് പ്രവാചകന്മാരിലൂടെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുടെ നിവൃത്തിയാണ് ഈ മഹാപീഡന കാലത്ത് നടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് നോക്കിക്കോ. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഇവിടെയാണ് കാഹളം ഊതാൻ പോകുക. 7 ദൂതന്മാരാണ് അതിന് സജ്ജമായിട്ട്, അതിന് സന്നദ്ധരായിട്ട് ഓരോരുത്തരും അവരവരുടെ കൈകളിൽ കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. കണ്ടോ? എന്നിട്ടാണ് അതിനെക്കുറിച്ചാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. 7 കാഹളമുള്ള ദൂതന്മാർ, കാഹളങ്ങൾ ലഭിച്ച ദൂതന്മാർ 7 പേരും അവർക്ക് ലഭിച്ച കാഹളങ്ങളുമായിട്ട് എങ്ങനെ നിന്നു എന്ന് എഴുതിയിരിക്കുന്നു? ഒരുങ്ങി നിന്നു. എവർ റെഡി. അവരിങ്ങനെ എന്താ പറയുക, ഈ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പാറാവ് നിൽക്കുന്നതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. എപ്പോൾ എവിടെ നിന്ന് ഒരു വിളി ഉണ്ടാകുമോ അവിടേക്ക് പാഞ്ഞു പോകുന്നതിന് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് വെള്ളമൊഴിച്ച വാഹനത്തിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടെ യൂണിഫോമും ധരിച്ചിങ്ങനെ നിൽക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നു. റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ലാതെ 1-ാമത്തെ കാഹളം ഊതാൻ ഒരു നിയോഗം വന്ന ശേഷമല്ല കാഹളം എടുക്കാൻ പോയത്. പിന്നെയല്ല അതിനുള്ള ഒരുക്കങ്ങൾ നടന്നത്. ഇവർ 7 പേരും ഇവിടെ വളരെ ആ വാക്ക് കേൾക്കാം, ആജ്ഞ മാത്രം കേട്ടാൽ മതി, ബാക്കിയുള്ള പ്രവൃത്തിക്ക് വേണ്ടി അവർ ഒരുങ്ങി നിൽക്കുകയാണ്.
അതിൽ നിന്ന് എനിക്ക് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്രായോഗിക പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തിനിടയിൽ നമ്മൾ പ്രാക്ടിക്കൽ കാര്യങ്ങളൊന്നും അധികം ഇവിടെ ചിന്തിക്കാറില്ല. ആ പുസ്തക പഠനത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതിനകത്തൊരു പ്രായോഗിക വിഷയത്തെ കുത്തിക്കടത്തി പറയാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചില്ല. പക്ഷേ ഇവിടെ ഈ വാക്യം വായിച്ചപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അവർ ഒരുങ്ങി നിന്നു. വിശ്വാസികൾ യഥാർത്ഥത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഇവിടെ ഇപ്പോൾ ദൂതന്മാർ നിൽക്കുന്നത് പോലെ നിൽക്കേണ്ടവരാ, അല്ലയോ? ദൂതന്മാർ നിൽക്കുന്നത് പോലെ ജീവിക്കേണ്ടവരാ. എങ്ങനെ ഒരുങ്ങി നിൽക്കണം. എന്തൊക്കെ കാര്യത്തിനാണ് ഒരുങ്ങി നിൽക്കേണ്ടത്? തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരാം. 2 തീമോഥെയോസ് 4-ാം അധ്യായം 2-ാമത്തെ വാക്യം നോക്കിക്കേ. അറിവുള്ള മനപ്പാഠ വാക്യമല്ലയോ? അവിടെ എന്താ വായിക്കുന്നത്? സമയത്തും അസമയത്തും ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മോട് പറയുമ്പോൾ ഇങ്ങനെ പറയരുത്, ഞാൻ ഒരുങ്ങിയിട്ടില്ല, എനിക്കിന്ന് പറ്റത്തില്ല, ഞാൻ ഒരുങ്ങിയില്ല. അങ്ങനെ പറയുന്ന ഒരു ഒഴികഴിവ് മിക്കവാറും നമ്മുടെ ഇടയിൽ കാണാറുണ്ട്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, പാട്ടുപാടാൻ പറയുമ്പോൾ, സാക്ഷ്യം പറയാൻ പറയുമ്പോൾ, പ്രബോധനം പറയാൻ പറയുമ്പോൾ ഈ ഒരുങ്ങി തന്നെ ചെയ്യണം, അത് വേറൊരു കാര്യം. പക്ഷെ ഒരു ദൈവ പൈതൽ ഏതൊരു പ്രവൃത്തിക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ള ഒരു പ്രായോഗിക പാഠം അവിടെ കിട്ടുന്നുണ്ട്. ഇനി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ എങ്ങനെ വേണം ചെയ്യാൻ? ഒരുങ്ങി ചെയ്താൽ അതിൻ്റെ ഗുണം ചെയ്യുന്നവർക്കും അറിയാം, ഒരുങ്ങി ചെയ്യുന്ന ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും അറിയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്ന് കുറച്ച് സമയം ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇതിനു വേണ്ടി മണിക്കൂറുകളെടുത്ത് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. അത് ഈ ശുശ്രൂഷിക്കുന്നവർക്ക് മനസ്സിലാകും. അല്ലാതെ ഓടി വന്ന് ഇവിടെ ഇരുന്നിട്ട് ആ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം നമുക്ക് പഠിക്കാമെന്ന് പറയുന്നതല്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പുണ്ട്. കർത്താവിൻ്റെ കാൽക്കൽ ഇരിപ്പാൻ സമയം വേർതിരിക്കണം. ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു പകലൊക്കെ അല്ലെങ്കിൽ ഒരു രാത്രിയൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരുന്ന് പ്രാപിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഇതുപോലെ വേണം ആരാധനയ്ക്കായി ദൈവമക്കൾ ഒരുങ്ങി വരണം. ഇതുപോലെ വേണം ഏതൊരു കാര്യത്തിനായി ഒരുങ്ങി വരേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുങ്ങി വന്ന് ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിലിരുന്ന് ശുശ്രൂഷിച്ചാലുണ്ടല്ലോ, അതൊരു അനുഗ്രഹമാണ്. അതൊരു പ്രത്യേക ചൈതന്യം ഉളവാക്കും. എല്ലാവരിലും ഒരുപോലുള്ള ആത്മവ്യാപാരം ഉണ്ടാകും, ഒരു പ്രത്യേകമായ അനുഭൂതി ഉണ്ടാകും, അതിലൊരു ദൈവികമായ കൃപ അനുഭവിപ്പാൻ കഴിയും. ഇവരിതാ ഒരുങ്ങി നിന്നു. സമയത്ത് ആ സമയത്ത് ഒരുങ്ങിയിരിക്കണം. എന്തൊക്കെ കാര്യത്തിനാണ് ഒരുങ്ങിയിരിക്കേണ്ടത്? റോമർ 1-15 വാക്യം നോക്ക്. റോമാലേഖനം 1-ാം അധ്യായം 15 വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 വാക്യം. എന്തോ ഒരു വാക്കുകളാത്. പൗലോസ് പറയുക, പരമാർത്ഥ മനസ്സിൽ നിന്നും അദ്ദേഹം പറയുകയാണ്, എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്തിന്? റോമയിലുള്ള നിങ്ങളോട്, കോരിന്തിലുള്ളവരോട്, എഫെസോസിലുള്ളവരോട്, ഫിലിപ്പിയിലുള്ളവരോട്, ഗലാത്യയിലുള്ളവരോട്, അങ്ങനെ അദ്ദേഹത്തിന് ചെന്നു പറ്റാൻ കഴിയുന്നിടത്തോളമുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാവരോടും സുവിശേഷം പറയുവാൻ ഒരുങ്ങിയിരുന്നു. ദൈവമക്കളെ, നമ്മൾ സുവിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കണം. വഴിയിൽ കണ്ടുമുട്ടുന്ന ആളുകളോട്, യാത്രയിൽ കണ്ടുമുട്ടുന്ന ആളുകളോട്, എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ ഒരാളിനെ ദൈവദത്താൽ കൊണ്ടുവന്നതായിരിക്കാം. ആ ആളിനോട് മറ്റ് സന്ദർഭങ്ങളൊന്നും നോക്കാതെ, തടസ്സങ്ങൾ ഓർക്കാതെ സുവിശേഷം പറയാനായിട്ടുള്ള ഒരു ഒരുക്കം, അതിനെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പായും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഓർത്തിരിക്കണം. എപ്പോൾ എവിടെ വെച്ച് ഒരു അവസരം നമുക്ക് ഒരാളിനോട് സുവിശേഷം പറയാൻ കിട്ടുമോ അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യത്തക്ക വിധത്തിൽ അതിനുള്ള ഒരു ഒരുക്കം, അതിന് എപ്പോഴും അത് സമയം നമുക്ക് അറിയാൻ പറ്റത്തില്ല, അതൊരു ഒരുക്കം ആട്ടെ. ഞാൻ വിവരിക്കുന്നില്ല, വിഷയം വേറെ കിടക്കുകയല്ലയോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 13-ാമത്തെ വാക്യം നോക്ക്. 13-ാമത്തെ വാക്യം. എന്തൊരു വാക്കല്ലേ! ഞാൻ സുവിശേഷം പറയാൻ മാത്രമല്ല, സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വരാവുന്ന പ്രതിബന്ധങ്ങളെ നേരിടാനും, ആ പ്രതിബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മരിക്കേണ്ടി വന്നാലും മരിപ്പാൻ വരെ ഞാൻ ഒരുങ്ങിയിരിക്കുക. എന്തൊരു തീക്ഷ്ണതയുള്ള
ആവേശോജ്ജലമായ വിശ്വാസികളെ തട്ടി ഉണർത്തുന്ന വാക്കുകളാണ് ദൈവത്തിൻ്റെ ദാസൻ പറയുക. പിന്നെയോ തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സൽപ്രവൃത്തികൾക്ക് എന്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ആട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ വിഷയം തന്നെ ഇവിടെ പറയാൻ ഇന്ന് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരു വാക്യം കൂടെ ആ ബന്ധത്തിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ന്റെ 40 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 40 വാക്യം നോക്കിക്കോ. എന്തിന് എപ്പോൾ വന്നാലും എന്താ, ഇതിനെ കുഞ്ഞു പ്രവാചകന്മാരുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ആമോസ് 4:12. അറിയാമല്ലോ, എന്തുവാ? നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രത്യേകിച്ച് ഈ വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ പെരുകാവ് സഭയ്ക്ക് ഒരു പ്രത്യേക ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ഈ പഠനത്തിലൂടെ നമ്മൾ സാധ്യമാകുന്നത് അവിടുത്തെ വരവും അവിടുത്തെ അടുക്കിലേക്കുള്ള നമ്മുടെ എടുക്കപ്പെടലും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കുന്ന വിശ്വാസികൾ പറയാതെ പറയേണ്ടതും അറിയേണ്ടതുമായ ഒരു കാര്യമാണ്. എപ്പോൾ വന്നാലും എന്താ, എടുക്കപ്പെടുവാനുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടാകണം. ഓരോ ക്ലാസ് കടന്നു പോകുമ്പോഴും ഒരുങ്ങണം. എന്താ ഒരുക്കമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ശരീരത്തിൻ്റെ ഒരുക്കമല്ല പറയുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും വൈകുന്നേരത്ത് കുളിച്ച് ഫ്രഷായി നല്ലവണ്ണം വസ്ത്രം ധരിച്ച് ഒരു ശരീര തയ്യാറെടുപ്പിൽ കാണുമ്പോൾ അറിയാം ആരോ ഇവർ എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു, അതെ ബൈബിൾ ക്ലാസ്സിന് വരാൻ വേണ്ടി ഒരുങ്ങി എന്ന് ശരീര സംബന്ധമായി പറയുന്നത് പോലെ നമ്മളെ കാണുമ്പോൾ അറിയണം ഒരു ഒരുക്കമുണ്ട്, എടുക്കപ്പെടാനുള്ള ഒരുക്കം. ഇത് പറയുമ്പോൾ ഒരു പാട്ടിൻ്റെ ചരണം ഓർമ്മ വരുന്നു. നമ്മളെല്ലാം പാടുന്ന മനോഹരമായ ഒരു പാട്ടാണല്ലോ. അതിൻ്റെ ഒടുവിലത്തെ ചരണമാണ്, ഒരുങ്ങി നിന്നോ തന്നോടു കൂടെ മണിയറയിൽ കാലമായി ഒരുങ്ങി നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമായി രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഓ ദൈവത്തിന് സ്തോത്രം. ആ വരികൾ പാട്ടുപോലെ നമുക്ക് ഒരുങ്ങാം. എപ്പോൾ കറുത്ത മണവാളൻ വന്നാലും അവനോടുകൂടെ എടുക്കപ്പെടുന്നതിന് ഒരു തടസ്സവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ആ ഒരുക്കം കർത്താവ് ഈ ക്ലാസ്സിലും നമുക്ക് തരട്ടെ. ഇനി നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കടക്കാം. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും ഇതാ ആ പ്രവൃത്തിക്കായിട്ട് ഒരുങ്ങി നിന്നു. എന്നിട്ട് 7-ാം വാക്യം, ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴ പിന്നെ തീ ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാഹളങ്ങൾ ഊതുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന അനന്തര ഫലങ്ങളിൽ ചിലത് കൽമഴ പെയ്യുന്നു, തീ ചൊരിയപ്പെടുന്നു, പിന്നെ നദിയിലെ വെള്ളം രക്തമായി തീരുന്നു, വെള്ളം കുടിപ്പാനാകാത്ത അവസ്ഥയിലാകുന്നു, ആകാശത്തുനിന്ന് നക്ഷത്രങ്ങളൊക്കെ വീഴുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് പണ്ട്, അതായത് ഇസ്രായേൽ ജനം മിസ്രയീമിൽ പ്രവാസികളായിട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് അവിടെ നിന്ന് അവരെ വിടുവിച്ച് കൊണ്ടുവരാനായിട്ട് അവിടേക്ക് ദൈവം എത്ര ബാധകൾ അയച്ചേ? 10 ബാധകൾ. ആ 10 ബാധകളുടെ കൂട്ടത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട ചില ബാധകളാണ് ഈ മഹാപീഡന കാലത്ത് ഇപ്പോൾ ചൊരിയപ്പെടുന്നത്. അതായത് കൽമഴ, പിന്നെയോ ആ തീ, പിന്നെ രക്തം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അത് അന്ന് നടന്നതാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിസ്രയീമിൽ ഈ ബാധകൾ അയച്ചത് എന്തിനാ? ആ ബാധകളിലൂടെ മിസ്രൈമിയർക്ക് ദുരിതവും ഇസ്രായേലിയരെ ആ ബാധകൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു? സംരക്ഷിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ഇസ്രായേലിന് അല്ലാതെ ആ ബാധകൾ അവിടെ അയച്ചിട്ട്
മിസ്രൈമിയർക്കും ഫറവോനും അവൻ്റെ ആളുകൾക്കുമാണ് അതിൻ്റെ കയ്പനുഭവം, തിക്താനുഭവം അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ അതേ ഇസ്രായേലിയർ ഇതാ ഇവിടെ മഹാപീഡന കാലത്ത് നോക്കിക്കോ, അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതായിട്ടല്ല പറയുന്നത്, ദുരന്തങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്നു. ആ ദുരിതങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്നു. എന്തിന്? ഇങ്ങനെയുള്ള ഒരു മഹാപീഡന കാലത്തിലൂടെ ഇവരെ കടത്തിവിട്ട് അതിൻ്റെ കയ്പ് നീര് മട്ടോളം ഇവർ കുടിച്ച് അനുഭവിച്ച് അതിലൂടെ പാഠം പഠിച്ച് യഥാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് അവർ എന്ത് ചെയ്തു വരണം? തിരിഞ്ഞു വരണം. അതിനാണല്ലോ മഹാപീഡനം. അതുകുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിൽ ഓർക്കണേ. ആട്ടെ, ഒന്നാമത്തെ ദൂതൻ ഊതി എന്ന് പറയുന്നു. ഊതിയപ്പോൾ സംഭവിച്ചത് ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ കേട്ടു. കൽമഴ, രക്തം കലർന്ന കൽമഴ, തീ ഭൂമിയിൽ ചൊരിഞ്ഞു. ഈ ശക്തമായ പേമാരി ചൊരിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ എന്ത് പെയ്യുന്നത്? കൽമഴ. നമ്മൾ അതിന് ഒരു പേര് പറയും, ആലിപ്പഴം എന്നൊക്കെ പറയും അല്ലയോ? പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ചില സമയത്ത് കണ്ടിട്ടുണ്ട്. മുറ്റത്തിങ്ങനെ ഐസ് കട്ട പോലെ തന്നെ ആകാശത്ത് മഴ പെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? ഇതങ്ങ് വീഴും. അത് കുറേ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കല്ലെടുത്തെറിയുമ്പോൾ അത് നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ എങ്ങനെ വേദന ഉണ്ടാകും, അതുപോലുള്ളതാണ്. അത് ഒരുപാട് ചൊരിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കിക്കേ. കൽമഴ മഴ ചൊരിയുക ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മഴയ്ക്ക് വേണ്ടി വേഴാമ്പൽ പോലെ നമ്മൾ കൊതിക്കുക. പക്ഷേ മഴയോടൊപ്പം ഇതും കൂടെ വന്നാൽ ഇത് എങ്ങനത്തെ മഴയെന്നാണ് പറയുന്നത്? അതിൻ്റെ കൂടെ രക്തം കലർന്ന മഴ. ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ചില പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ചുവന്ന മഴ പെയ്തെന്നോ മഴവെള്ളത്തോടൊപ്പം തന്നെ ഈ കൽമഴ ആലിപ്പഴം ചൊരിഞ്ഞെന്നോ ഒക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ഒറ്റപ്പെട്ട ചില പ്രത്യേക സംഭവങ്ങളാണ്. ഇവിടെ പറയുന്നത് അതുപോലല്ല. ഓർത്തോ, അതാ നേരത്തെ പറഞ്ഞത്, ഇത് ശാസ്ത്രീയമായ ഒരു പ്രതിഭാസമായിട്ടല്ല ഇതിരിക്കുന്നത്. പ്രകൃതിയിൽ പ്രത്യേക ചില സന്ദർഭങ്ങളിൽ നടന്നിട്ടുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് ഇത് കാണരുത്. ഇത് ഈ പ്രത്യേക സമയത്തിന് വേണ്ടി ദൈവത്താൽ കാലങ്ങളാൽ ആസൂത്രിതമായിരിക്കുന്ന പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെ ദൈവം ചെയ്യാൻ പോകും. ഇനി ചെയ്യും എന്നുള്ളതിൻ്റെ, അങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെയുള്ള കൽമഴ പെയ്യും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇതിനു മുമ്പ് ഇപ്പോഴൊക്കെ മഴ പെയ്യുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ, അത് കേട്ടപ്പോൾ നമുക്കൊരു കാര്യം കുറച്ചുകൂടെ ഉറപ്പാകുന്നു. ഇങ്ങനെ ഒരു കാലത്ത്, ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വലിയ ന്യായവിധി ലോകത്തിൽ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് രക്തം കലർന്നത് എന്നാണ്. അത് ഭൂമിയിൽ അങ്ങനെ ഒരു മഴ പെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പ്രകൃതി ലോകത്തിൽ ദുരന്തമുണ്ടായി. 1/3 അത് പ്രത്യേകിച്ച് ഈ പ്രയോഗം ഇനിയുള്ള മുമ്പോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കാണാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമി മുഴുവനും നശിച്ചു എന്നല്ല പറയുന്നത്. ഭൂമിയുടെ ഒരു ഭാഗം, 1/3 അത് എന്തുവാ ഇവിടെ നശിച്ചതെന്ന് ഓർത്ത് നോക്കണേ. ഇങ്ങനെയുള്ള നിലയിലുള്ള മഴ ഭൂമിയിൽ ചൊരിഞ്ഞപ്പോൾ സംഭവിച്ചത് വൃക്ഷങ്ങൾക്കും പിന്നെ എല്ലാ ഈ പച്ചപ്പുല്ല്, വയലേലകൾ, കൃഷിയിടങ്ങൾ, നമുക്ക് പച്ചപ്പരവതാനി വിരിക്കുന്ന പ്രകൃതി എന്നൊക്കെ പറയുമല്ലോ. നല്ല പ്രകൃതി രമണീയമായ ഈ ദൈവം നൽകിയിരിക്കുന്ന പ്രകൃതിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കളറാണ് ബ്ലൂ അല്ല, യെല്ലോ അല്ല, വൈറ്റ് അല്ല, ഗ്രീൻ. അതിലൊരു പ്രത്യേകത ഉണ്ട്. അത് ഈ പുല്ലുകൾ കൊണ്ട് അലങ്കൃതമായി നിൽക്കുന്ന ഒരു നല്ല ഒരു നമുക്ക് തലയ്ക്ക് കുട ചൂടിയിരിക്കുന്നത് പോലെ പ്രകൃതിയുടെ ഒരു തണലാണ് ഈ പറയുന്ന വൃക്ഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട മഴ ഭൂമിയിൽ ചൊരിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ സംഭവിക്കുന്നത് ഇതെല്ലാം കരിഞ്ഞു പോകുന്നു എന്നുള്ളത്. ഒന്ന് ഊഹിച്ചു നോക്ക്. ഇപ്പോൾ തന്നെ ഒരു 1-2-3 മാസം കൊണ്ടുള്ള മഴയുടെ ദൗർബല്യം, ലഭ്യത കുറവ്, അത് നിമിത്തം ഇവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടായിപ്പോൾ സംഭവിക്കുന്നത്. ചിലയിടങ്ങളെല്ലാം കരിഞ്ഞു, വയലുകളെല്ലാം വിണ്ട് കീറി, വെള്ളം ഇല്ലാതെയായി. ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വലിയ ദുരിതമായിരിക്കും. അങ്ങനെയെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 6-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദുരന്തം വന്നപ്പോൾ അവിടെ ആളുകൾ പറയുകയാണ്, കുഞ്ഞാടിൻ്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും? ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല.
അങ്ങനെയുള്ള ഒരു ദുരിതമാണ്. അതാണ് ഈ ഒന്നാമത്തെ കാഹളം ഊതിയപ്പോൾ പ്രകൃതിയുടെ പച്ചപ്പുകളുടെ മേലുണ്ടായ ദുരന്തമെന്ന് അവിടെ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ, ഇതിലധികം ഒന്നും വിവരിക്കുന്നില്ല. ഞാൻ ഈ വേണമെങ്കിൽ 7 കാഹളം അത് ന്യായവിധിയുടെ ഭാഗമൊന്ന് പറഞ്ഞു പോകാം. അങ്ങനെ പോയാൽ പഠനമാകത്തില്ലല്ലോ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഓരോ വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും എനിക്ക് പറയാൻ പറ്റുന്നിടത്തോളം വിശദീകരിച്ചുകൊണ്ടാണ് പോരുന്നത്. അങ്ങനെ തന്നെ നമുക്ക് തുടരാം. അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം. രണ്ടാമത്തെ ദൂതൻ ഊതി, 7 കാഹളങ്ങളിൽ രണ്ടാമത്തെ ദൂതൻ ഊതി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. ആദ്യത്തെ ദൂതൻ ഊതിയപ്പോൾ പ്രകൃതിയുടെ മേലാണ് അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകുന്നു? സമുദ്രത്തിൽ. മനസ്സിലായോ? സമുദ്രത്തിൽ എന്ത് സംഭവിക്കുന്നു? തീ കത്തുന്ന ഒരു മല, തീ കത്തുന്ന സാധാരണ മലയല്ല, വൻമല. നമുക്കിവിടെ അടുത്ത ഏതെങ്കിലും ഒരു മല പരിചയമുണ്ടോ? മൂക്കുന്നി മലയെക്കുറിച്ച് നമുക്ക് താഴെ ഭാഗങ്ങളിൽ, ഭൂമിയുടെ താഴ്ന്ന പ്രദേശത്ത് എവിടെയെങ്കിലും നിന്ന് നോക്കുമ്പോൾ മൂക്കുന്നി മലയൊക്കെ നമുക്ക് കാണാം. ഞങ്ങളുടെ അടുത്തൊരു എരുത്താവൂര് മലയുണ്ട്. അതുപോലെ ഇവിടെ ചുറ്റുപാട് എത്രയോ മലകളുണ്ട്. ആ ഒരു മലയുടെ ഭാഗം മനസ്സിലങ്ങ് സങ്കല്പിക്കുക. അങ്ങനെ ഒരു മല, ഒരു തീപ്പന്തം പോലെ, എരിയുന്ന തീപ്പന്തം പോലെ മൊത്തത്തിലൊരു മല അങ്ങനെ പറഞ്ഞു വന്നെന്നല്ല അവിടെ പറയുന്നത്. അവിടെ ഇതൊരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് ഇരിക്കുന്നത്. വൻമല പോലെ ഒന്ന്, അല്ല മല വന്നെന്ന് അവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു വൻമല പോലെ ഒന്ന്, തീ കത്തുന്ന മൺമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. ഇതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഊഹാപോഹങ്ങളിൽ ഒരു അഭിപ്രായം പറയാതിരിക്കുകയായിരിക്കും നല്ലത്. യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു മല പറഞ്ഞ് തീ കത്തി വരുന്നത് പോലെ സമുദ്രത്തിലേക്ക് വീഴുക. ഒരുപക്ഷെ വല്ല ഉൾക്കയും പറഞ്ഞു വന്ന് വീണതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി വല്ല ബോംബും മറ്റും ആരെങ്കിലും ഇട്ടതാണോ അതും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സമുദ്രത്തിന് ദോഷം വരുന്ന വിധത്തിലുള്ള ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിന് ദൈവത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവൃത്തി വരുത്തിക്കാൻ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കെല്ലാം ഛേദം വന്നു എന്നാണ് പറയുന്നത്. അതിലൂടെ കപ്പലുകൾക്ക് ഛേദം വന്നു. നമുക്കറിയാം, മത്സ്യങ്ങൾക്ക് ഛേദം വരുന്ന ചില സംഭവങ്ങളൊക്കെ ഈ അടുത്തിടെയൊക്കെ 1-2 കപ്പലുകൾ തകർന്നപ്പോൾ അതിൽ നിന്നും പടർന്നതായ എണ്ണ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നേരിട്ടതായ ദുരിതങ്ങളൊക്കെ നമുക്ക് വലിയ ആശങ്ക ഉളവാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ചില കപ്പലുകൾക്ക് ഇറാൻ വരുത്തിയിട്ടുള്ള കേടുകളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കപ്പലുകൾക്കും ഛേദം വന്നെന്നാണ്. അപ്പോൾ കരയിലും ആകാശത്തിലും സംഭവിക്കുന്നത് പോലെ മഹാപീഡന കാലത്ത് സമുദ്രത്തിലും വാക്കുകൾക്ക് അതീതമായ നിലയിലുള്ള വലിയ ദുരിതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ മഹാപീഡന കാലം എന്ന് പറയുന്നത് യഹൂദന്മാർ കരയിൽ വെച്ച് അനുഭവിക്കുന്ന എന്തെങ്കിലും കുറച്ച് സംഭവമല്ല. പ്രകൃതി ആകമാനമായിട്ട് കരയിലും കടലിലും ഒക്കെയായിട്ടാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കടലിലെ ജീവജാലങ്ങൾക്ക് ഛേദം വന്നു എന്ന് പറയുന്നു. ഇത് രണ്ടാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിച്ച ഒരു ഭയങ്കരമായ സംഭവം തന്നെ. 10-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇപ്പം നോക്കിക്കോ, നേരത്തെ സമുദ്രത്തിൽ വീണതാ, ഉപ്പ് വെള്ളം, സമുദ്ര വെള്ളം, അതിലുള്ള ജീവികൾക്ക് നഷ്ടം വന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു നക്ഷത്രം വന്നു വീണു എന്നാണ്. അതിനകത്തും ഞാൻ നേരത്തെ പറയാം, ഇത് ശാസ്ത്രീയമായ കോണിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ചോദിക്കാം, ഒരു നക്ഷത്രം ഒരു നദിയിൽ എങ്ങനെ വീഴും എന്ന് പറഞ്ഞാൽ ഭൂമിയെക്കാളും വലിപ്പമുണ്ട് ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നക്ഷത്രത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒന്നല്ല ഭൂമിയോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു നദിയോ നീരുറവോ എന്ന് പറയുന്നത്.
അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലർ പറയുന്നത് കൊള്ളിമീൻ എന്നൊക്കെ പറയുമ്പോഴുള്ള ഉൾക്കകൾ പോലുള്ളതായ എന്തെങ്കിലും ആയിരിക്കണമെന്നാണ് പൊതുവെ വേദപഠിതാക്കൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അഭിപ്രായപ്പെടുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്ന ആ ഉൾക്കയോ നക്ഷത്രത്തെയോ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളുപരി അതിലൂടെ അനുഭവിക്കുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ശുദ്ധജലക്ഷാമം അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നമാണ് അവിടെ നേരിടുന്നത്. ഇത് പണ്ട് മിസ്രൈമിൽ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു പ്രതികൂലം ഉണ്ടായി. മനുഷ്യന് കുടിക്കാൻ പറ്റാത്ത നിലയിലായി. സമുദ്രത്തിലെ വെള്ളം മൊത്തവും രക്തമായി കലർന്നു, കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എന്ന് പറയും പോലെയാണ് ഇവിടെയും പറയുന്നത്. അതുപോലെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ഈ നക്ഷത്രത്തിൻ്റെ എണ്ണം എടുക്കാനായിട്ട് പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഓരോ നക്ഷത്രങ്ങളെയും കർത്താവ് തിരിച്ചറിയുന്നു, അവകൾക്ക് പേരിട്ട് വിളിക്കുന്നു. അതിലെ ഒരു നക്ഷത്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഇവിടെ വീണ നക്ഷത്രത്തിനൊരു പേരും പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യം, ആ നക്ഷത്രത്തിന് എന്ത് പേരെന്നാണ് പറയുന്നത്? കാഞ്ഞിരം. അതിൻ്റെ സ്വഭാവമാണ് പിന്നീട് വീണപ്പോൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നത്. കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു അനുഭവമായി. അങ്ങനെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ കയ്പായ വെള്ളമായി തീർന്നു. കുടിക്കാൻ പറ്റാത്ത നിലയിലുള്ള ക്ഷാമം അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്. പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന അതിൻ്റെ ഒരു തിക്താനുഭവം എന്ന് പറയാം. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാൽവറിയിലെ ക്രൂസിൽ നമ്മുടെ കർത്താവ് പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുകൊണ്ട് ക്രൂസിൽ പിടഞ്ഞു മരിക്കുന്ന വേളയിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോഴവരെന്നാ കൊടുത്തത്? എന്തുവാ കൊടുത്തത്? മത്തായിയുടെ സുവിശേഷം എടുത്ത് 27-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം 34-ാമത്തെ വാക്യം, മത്തായി 27:34. കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. കയ്പ് നീര് കുടിച്ചു. അതായത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള നമുക്ക് ലഭിക്കേണ്ട വിടുതലിന് വേണ്ടി അതിൻ്റെ ശിക്ഷ മുഴുവനും കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് കയ്പ് അനുഭവിച്ചു എന്നുള്ളതാണ് അവിടുത്തെ സത്യം. ഇതുപോലെ നോക്കിക്കോ, നഞ്ചുവെള്ളം കുടിപ്പിക്കുമെന്നാണ് പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ പ്രമാണം. 1-2 വാക്യങ്ങളൊന്ന് നോക്കാം. യെരമ്യാവിൻ്റെ പ്രവചനം, യെരമ്യാവ് അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്ക്. യെരമ്യാവ് 9:15. കാഞ്ഞിരം കൊണ്ടോ ഇതിൻ്റെ നിവൃത്തിയാ, ഈ പ്രവാചക വാക്യത്തിൻ്റെ നിവൃത്തിയാ മഹാപീഡനത്തിൽ. ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും എന്ന് പറയുന്നതിൻ്റെ അക്ഷരീയ നിവൃത്തി തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനിയും അതേ പ്രവചനം 23-ാം അധ്യായം എടുത്ത് 23-ാം അധ്യായം 15-ാമത്തെ വാക്യം, 23:15. 23:15 വാക്യം. ഈ 2 വാക്യങ്ങളും ഒത്തുവാക്യങ്ങളാണ്, ഇണവാക്യങ്ങളാണ്. ഈ 2 വാക്യങ്ങളിലും പ്രവാചകൻ പറയുന്നത് പോലുള്ള ഒരു പരിണത ഫലമാണ് അവിടെ വന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളിന്ന് നഞ്ചുവെള്ളമല്ല കുടിക്കുന്നത്, കയ്പ് വെള്ളമല്ല കുടിക്കുന്നത്. കയ്പ് വെള്ളത്തെയൊക്കെ മധുരമുള്ളതാക്കി തീർത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം ഇതിനകത്ത് കൂട്ടിക്കിടത്തി പറഞ്ഞ് സമയം ദീർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും നമുക്ക് ദൈവം അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പകരമായി കാൽവറിയിലെ ക്രൂസിൽ കർത്താവ് നഞ്ചുവെള്ളം കുടിച്ചു എന്ന് പറയാം. നമുക്ക് വേണ്ടി കയ്പ് കുടിച്ചു, നമുക്ക് വേണ്ടി കർത്താവ് അനുഭവിച്ച വേദന. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം എന്തുവാ? 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിലും പിന്നെ എന്ത് വെള്ളമാണ്? സ്വസ്ഥതയുള്ള നദി. സ്തോത്രം ആട്ടെ, ദൈവത്തിൻ്റെ കൃപ എന്ന് ഓർക്കുക. അപ്പോൾ ന്യായവിധിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള വെറുപ്പ് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ തീരുന്നു. അപ്പോൾ പച്ചപ്പുകൾ, കടലിലെ കാര്യങ്ങൾ, പിന്നെ നദികളിലും ഉറവുകളിലും കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദുരിതങ്ങൾ.
ഇനി നോക്കാം, നമുക്ക് നാലാമത്തെ ദൂതൻ ഊതി. നാലാമത്തെ ദൂതൻ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 12-ാമത്തെ വാക്യം. ഇവിടെ വെളിച്ചം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലുമൊക്കെ ആഘാതങ്ങളുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? അവയൊക്കെ ഇരുണ്ടു പോകുന്നു. അങ്ങനെ ഇരുട്ടുണ്ടായി. മിസ്രയീമിലെ ഇരുട്ട് ഒരു ബാധയായിരുന്നു. എത്രാമത്തേതാ? 9-ാമത്തെ ബാധ. 9-ാമത്തെ ബാധയാണ് കൂരിരുട്ട്. മിസ്രയീമിലെ ന്യായവീതിയുടെ ഭാഗമായിട്ടുള്ള 9-ാമത്തെ ബാധയായ കൂരിരുട്ട് ഇതാ മഹാപീഡന കാലത്ത് 4-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ അവർ ഇരുട്ടിലേക്ക് തള്ളപ്പെടുന്നു. അത് പവർ കട്ട് പോലുള്ള ഒരു ഇരുട്ടല്ല. വെളിച്ചം തരേണ്ട സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഇരുണ്ട് അത് ലൂക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷത്തിൽ മുമ്പ് നമ്മൾ പലവട്ടം വായിച്ചിട്ടുണ്ട്. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അതിശയങ്ങളുണ്ടാകും. അതിൻ്റെ ഗതിവിഗതികൾക്ക് മാറ്റം വരും. അങ്ങനെ മനുഷ്യൻ പരിഭ്രാന്തനാകും. അപ്പോൾ ഈ 4 ദൂതന്മാർ ഊതുമ്പോൾ നോക്കിക്കോ, പ്രകൃതിയിലും പച്ചപ്പുല്ലുകളിലും വെള്ളത്തിലും കുടിവെള്ളത്തിലും പിന്നെ ആകാശത്തിലും മൊത്തത്തിൽ മനുഷ്യനങ്ങ് ഒരു സ്വസ്ഥതയില്ലാത്തവനായി പ്രാണഭയത്തോടുകൂടെ ഓടി നടക്കുന്ന ഒരവസ്ഥ. ഏതാണ്ട് മുദ്രകൾ പൊട്ടിച്ചപ്പോൾ ഇതുപോലുള്ള ഒരു അവസ്ഥ ഇവർക്ക് നേരിട്ടതാണ്. അതിൻ്റെ കൂടുതലായിട്ട് കാഹളങ്ങൾ ഊതി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഒരു പ്രതിഭാസത്തിലേക്ക് ജനം നീക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാത്തതാണ്. അതിൽ എഴുതിയിരിക്കുന്ന ആ വാക്കുകളുടെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ല. ഏതാണ്ടൊക്കെ കുറേ ഒരു രൂപം നമുക്ക് കിട്ടുന്നു. അതിൻ്റെ എത്രയോ മടങ്ങ് വലുതായിട്ടാണ് ആ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി ഓർക്കുക. നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ പാപത്തെ ശിക്ഷിക്കുന്നതിൻ്റെയും പാപത്തിൻ്റെ ഫലം, പാപത്തെ സ്നേഹിച്ച് ദൈവിക പ്രമാണങ്ങളെ തള്ളിക്കളയുന്നവരുടെ മേൽ ദൈവം എന്തുമാത്രം കരുതി വെച്ച് കണക്ക് തീർക്കുന്നു എന്നുള്ളതിൻ്റെയും ഒരു ഭാഗം. ഞാൻ കൂട്ടത്തിൽ ഒന്നുകൂടെ ചേർത്തങ്ങ് പറയാം. ഇങ്ങനെ ഒരു പീരീഡോടുകൂടെ പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി തീരുന്നില്ല. നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം എടുത്തെടുത്ത് പറയുമ്പോൾ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ. 3-1 എന്നാണ്. അല്ല, പൂർണ്ണമായ ന്യായവിധി വന്നില്ല. അത് നമുക്ക് പിന്നീട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു സമ്പൂർണമായ ഒരു നശീകരണം വരാൻ പോകുകയാണ്. തീ കൊണ്ടുള്ള നശീകരണം. ഇവിടെ ആകാശത്തിൽ ചന്ദ്രനിലും നക്ഷത്രത്തിലൊക്കെ തീ കത്തി എന്നോ അല്ലെങ്കിൽ നശിച്ചു പോയെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടല്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ ഭൂമി മൊത്തവും തീക്ക് ഇരയായി തീരാൻ പോവുക, ആകാശം ചുട്ടെരിയുവാൻ പോകുന്നു, കത്തി അഴിയുവാൻ പോകുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നതിൻ്റെ ഒരു അംശം പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു. ഭയത്തോടെ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെടാത്തവനായിരുന്നാൽ ഇതും വായിച്ചിട്ട് അവന് രക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇനി അവനെ രക്ഷിക്കപ്പെടുത്താൻ മറ്റൊരു മാർഗം ഇല്ലെന്ന് വേണം പറയാൻ. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി അവസാനമായി ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒടുവിലായി നമ്മൾ കേൾക്കേണ്ടത്, ഈ 4 ദൂതന്മാരും ഊതി തീർന്നപ്പോൾ 13-ാമത്തെ വാക്യത്തിൽ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 13-ാമത്തെ വാക്യം, അനന്തരം എന്ന് പറഞ്ഞാൽ ഈ 4 ദൂതന്മാരും ഊതി അതിൻ്റെ പരിണത ഫലങ്ങൾ സംഭവിച്ചത് കണ്ട ശേഷം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഈ കാണുകയും കേൾക്കുകയും ചെയ്തു എന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സ്വഭാവം. വെളിപ്പാട് പുസ്തക രചനയുടെ ഒരു ഭാഗത കണ്ടതും അദ്ദേഹം കേട്ടതുമായ കാര്യം. ഇപ്പോൾ എന്നതാ കാണുന്നത്? 4 ദൂതന്മാർ ഊതിയ ശേഷം ഒരു കഴുക് ആകാശമധ്യേ പറക്കുന്നു. ആകാശമധ്യേ പറന്നുകൊണ്ട് കഴുക് എന്ത് ചെയ്യുന്നു? ഉറക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സംശയം നമുക്കിവിടെ വരാം. ആരാ ഈ ഉറക്കെ പറയുന്നത്? ആരാ ഉറക്കെ പറയുന്നത്? കഴുക് പറയുന്നു. കഴുക്. അപ്പോൾ കഴുക് സംസാരിക്കുമോ? അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. ഈ കഴുത സംസാരിച്ചല്ലോ, അല്ലയോ?
ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി എന്ന് പറയുന്നില്ലേ? അപ്പോൾ കഴുത സംസാരിച്ചെങ്കിൽ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ കഴുകിനെ കൊണ്ട് സംസാരിപ്പിക്കുവാനും ദൈവത്തിന് കഴിയും. എന്തിനാണ് ഇവിടെ കഴുകിനെ ഉപയോഗിച്ചത്? അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ആകാശമധ്യേ അത് പറക്കുന്നു, വേഗത്തിൽ പറക്കുന്നു. അപ്പോൾ കഴുകായിരിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരു അത്ഭുതം, മലയാള പരിഭാഷ ഒഴിച്ചാൽ ബാക്കി ഒരു പരിഭാഷയിലും ഇത് കഴുകെന്ന് പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ അവിടെ പറയുന്ന ആരാന്നറിയാമോ? ഒരു ദൂതൻ എന്നാണ്. അവിടെ ആകാശമധ്യേ പറന്ന് ഇത് വിളിച്ചു പറയുന്നത് ഒരു ദൂതൻ എന്നാണ്. മലയാളത്തിൽ എങ്ങനെയോ അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കഴുകായിരുന്നാൽ പോലും വിശ്വാസികളായ നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. കഴുകിനെ കൊണ്ടും സംസാരിപ്പിച്ച് അത് നിവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. പക്ഷേ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് യോജിപ്പ് അത് ദൂതൻ എന്ന് പറയുന്നതിനാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെയുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ദൂതന്മാരുടെ ശുശ്രൂഷ എടുത്തു പറയേണ്ടതാണ്. ദൈവത്തിൻ്റെ ന്യായവിധി നിവർത്തിക്കുന്ന വിഷയത്തിൽ ദൈവം ഇതുവരെ ഉപയോഗിച്ചുകൊണ്ട് വന്നതെല്ലാം ആരെയാണെന്നറിയാമോ? ദൂതന്മാർ. 4 കാറ്റുകളെ പിടിച്ചു നിൽക്കുന്ന ദൂതന്മാർ, അതുപോലെ മുദ്രകൾ പൊട്ടിക്കുവാൻ വിളിക്കുന്നത് ദൂതവിഭാഗത്തിലെ ജീവികളാണ്. ഇപ്പോൾ തന്നെ കാഹളം ഊതുന്നത് ദൂതന്മാർ അങ്ങ് അവരാണ് കാഹളം പിടിച്ച് ഒരുങ്ങി നിന്നത്. അതിൽ പെട്ട വേറൊരു ദൂതനെ ദൈവം അയച്ചു എന്ന് വിചാരിക്കുന്നതാണ് പുസ്തക പഠനത്തിൻ്റെ പിന്നിലുള്ള ചിന്തകൾ വെച്ച് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല 103-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലൊരു ഭാഗമുണ്ടല്ലോ, ദൂതന്മാരെ കുറിച്ചൊരു പരാമർശം. 103-ന്റെ 20-ാമത്തെ വാക്യമാണ്, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ സകല ദൂതന്മാരായുള്ളവരേ. അപ്പോൾ ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ്. അവർ പറക്കാൻ പറഞ്ഞാൽ പറക്കും, സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും, പ്രവർത്തിക്കാൻ പറഞ്ഞാൽ പ്രവർത്തിക്കും. അത് ഏത് വിധത്തിലാണെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ പറയുക. ഇനി ആട്ടെ, അവരെന്താ പറയുന്നത്? ദൂതൻ എന്നാ പറയുന്നത്? ഇനി സംഭവിക്കാനിരിക്കുന്ന ആ കാഹളങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, കഷ്ടം കഷ്ടം കഷ്ടം. 3 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി എത്ര കാഹളം ഊതാനുണ്ട്? 3, 4 ഊതി. ആ 3 കാഹളങ്ങളെയും ആണ് ഇവിടെ 3 വട്ടം ഇവൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഊതാൻ പോകുന്ന 3 കാഹളങ്ങൾ നിമിത്തം ഭൂവാസികൾക്ക് കഷ്ടം. 5-ാം കാഹളം കഷ്ടം, 6-ാം കാഹളം കഷ്ടം, 7-ാം കാഹളം. ശേഷിക്കുന്ന 3 കാഹളങ്ങൾ 4 ഊതിയതിൻ്റെ ഭാഗമായി വന്നതിനേക്കാളും ഭീകരമാണ് വരാൻ പോകുന്നത്. കഷ്ടം കഷ്ടം കഷ്ടമെന്ന് പെട്ടെന്ന് വിളിച്ചു പറയുക. എന്തൊരു മുന്നറിയിപ്പാണെന്ന് ഓർക്കണേ. ചിന്തിക്കും തോറും നമുക്ക് ജിജ്ഞാസ വർദ്ധിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതികളുടെ മഹത്വം ഓർക്കാനും നമ്മളെ ഇടയാക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു കഷ്ടത്തിലേക്ക് അടുത്ത ലോകം തള്ളപ്പെടുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ദൂതൻ്റെ ഈ വാക്കുകൾ ഇരിക്കുന്നത്. ശ്രവിച്ചതിൽ നന്ദി. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 9-ാം അധ്യായം തുടങ്ങണം. ഇവിടെ ദൂതൻ പറഞ്ഞ ആ കഷ്ടം എന്താണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് കേൾക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.